ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് മുരിങ്ങയില തേങ്ങ കൂട്ടിയതാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തേങ്ങ കൂട്ടിയത്, ചിലവർ മുളശ്ശിയും പറയും. അതിന് ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കരണ്ടി പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് കത്തിക്കാം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പരിപ്പ് തിളച്ച ശേഷം ഇത് മുരിങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 2 പിടി മുരിങ്ങയുണ്ട്, 2-3 പിടി മുരിങ്ങയുണ്ട്. അത് വെച്ചാൽ ഒന്ന് ചുങ്ങിപ്പോവും. ഒന്ന് വേകാൻ വയ്ക്കുക. അടച്ച് വെച്ചിട്ടൊന്ന് വേകാൻ വയ്ക്കുക. വെന്ത ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇടാം. അല്ലെങ്കിൽ അത് കൂടി പോവും. ഒന്ന് അടച്ച് വയ്ക്കാം. ഇത് വേകുമ്പോഴേക്കും നമുക്ക് അതിന് തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഒരു അരമൂടി തേങ്ങയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/4 സ്പൂണ് കുരുമുളക്, 1/4 സ്പൂണ് ജീരകം, അതും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് വരാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് കുറേ നേരം വേകണമെന്നൊന്നും ആവശ്യമില്ല, വേഗം വെന്ത് കിട്ടും. ഇതിൽ കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, നന്നായി ഇളക്കി കൊടുക്കുക. വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. മുരിങ്ങ മാത്രം ഒന്ന് ഊരേണ്ട ഇത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. നല്ലൊരു കറിയാണ്. ഞാൻ ഇവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും 1/4 സ്പൂണ് കുരുമുളകും 1/4 സ്പൂണ് ജീരകമായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയുള്ളൂ, പകുതിയുടെയും പകുതി. തേങ്ങ നമുക്ക് അരച്ചത് ആഡ് ചെയ്യാം. ഇത് അരച്ചതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്, അത് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച ശേഷം നമുക്ക് താളിപ്പിടാം. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. കറക്റ്റായിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് താളിപ്പിടാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും.
ഒഴിച്ച് കറിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാവുന്ന ഒരു കറിയാണ്. ഞാൻ അത് ഇറക്കി വയ്ക്കാം. വേഗമാകും. ഒരു കരണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഒരു 2 സ്പൂണ്, ഇല്ല, ഒരു സ്പൂൺ 1.5 സ്പൂണേ ഉള്ളൂ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിടുക, 1/4 സ്പൂണ് കടുകിടുക. കടുക് പൊട്ടിയ ശേഷം ഇതിൽ കരിവേപ്പിലയൊന്നും ഇടില്ല, താത്തി വയ്ക്കാം. ഗ്യാസ് ഓഫാക്കാം. കുറച്ച് ജീരകം, ഒരു വറമുളക്, താളിപ്പ് ഇതിലേക്ക് ഇടാം. താളിപ്പ് ഇതിലിട്ടിട്ടുണ്ട്. മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസ് വരുന്നിടത്തേക്കും എല്ലാവർക്കും ബൈ.